നമസ്കാരം. ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയതാണ് കാവ്യ മാധവൻ. സ്കൂൾ കാലഘട്ടം മുതൽക്കേ തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിൽ എല്ലാം ആക്റ്റീവായിരുന്ന കാവ്യ വളരെ ചെറിയ പ്രായം മുതൽക്കേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു. കാവ്യയ്ക്ക് അതിനെല്ലാം കൂട്ടായി നിന്നിരുന്നത് അമ്മയും അച്ഛനുമാണ്, പ്രത്യേകിച്ചും അച്ഛൻ മാധവൻ. ഷൂട്ടിങ്ങിനും മറ്റും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു. 41ലേക്ക് കടന്നിരിക്കുകയാണ് കാവ്യ. 2016 പുറത്തിറങ്ങിയ പിന്നെയും എന്ന മലയാള ചിത്രത്തിലാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിൽ ദിലീപിനൊപ്പമാണ് അവസാനമായി സ്ക്രീൻ സ്പേസ് പങ്കിട്ടത്. അഭിനയ രംഗത്ത് നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തുകൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത്. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് നടി കാവ്യ. കുടുംബജീവിതവും ബിസിനസ്സും യാത്രകളുമാണ് ഇപ്പോൾ താരത്തിന്റെ പ്രധാന സന്തോഷങ്ങൾ. കലയോട് ചെറുപ്പം മുതൽ കാവ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. കഥയും കവിതയും എഴുതുന്നവരോട് തനിക്കുള്ള ആരാധനയെക്കുറിച്ച് താരം മനസ്സ് തുറന്നിട്ടുമുണ്ട്. കാവ്യം ഒരിടയ്ക്ക് ചിലതൊക്കെ കുറിക്കാറുമുണ്ട്. എഴുതിയ കവിതകൾ കോർത്തിണക്കി കാവ്യതലങ്ങൾ എന്ന പേരിലൊരു സംഗീത ആൽബം 2012 പുറത്തിറക്കി പ്രശംസ നേടിയിരുന്നു. മാറ്റിനി എന്ന ചിത്രത്തിൽ മൗനമായി മനസ്സിൽ എന്നൊരു പാട്ടും പാടിയിട്ടുണ്ട്. വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിൽ കൽബിനുള്ളിലൊരു ആകാശവാണി എന്ന ചിത്രത്തിൽ കാലം നീയങ്ങ് പോയോ എന്ന ഗാനത്തിന്റെയും വരികൾ രചിച്ചത് കാവ്യയാണ്. തന്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് പുസ്തകമിറക്കാൻ ആഗ്രഹിച്ചതിനെ കുറിച്ച് ഒരിക്കൽ നടി മനസ്സ് തുറന്നിരുന്നു. ആ വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഞാൻ എഴുതിയ വരികൾ ഗാനങ്ങളാക്കി ഒരു CD ഇറക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിനായി ഞാൻ എഴുതിയ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ ആ പാട്ടെടുത്തു. അതിലേറ്റവും വലിയ സങ്കടമായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആ പാട്ടിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നതാണ്. എൻ്റെ CD-യിൽ ഉണ്ടാകുന്ന പാട്ടുകൾക്കൊക്കെ ഒരേ സ്വഭാവമായിരിക്കില്ല. ആദ്യത്തെ പാട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയതാണ്. എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് എഴുതിയതാണ്. ഞാൻ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത രൂപം പോലും അറിയാത്ത ഒരു വ്യക്തി. ആ കുട്ടിയുടെ പേര് രാഹുൽ എന്നായിരുന്നു. ഫാൻ എന്ന രീതിയിലായിരുന്നു തുടക്കം. പിന്നീട് ആ കുട്ടിക്ക് ഇഷ്ടം സീരിയസ് ആയി. കല്യാണം എന്ന രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന സ്ഥിതിയിലായി. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നത്തെ എൻ്റെ പ്രായം വെച്ചുള്ള മെച്യൂരിറ്റിക്ക് അനുസരിച്ചല്ലേ ചിന്തിക്കാൻ കഴിയും. ആ സമയത്ത് ഞാനും രാഹുലിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തിന് പുറത്ത് ഒരു പാട്ടുണ്ടായി. പാട്ട് എഴുതണം, CD ഇറക്കണം എന്ത് സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് കൊതികൊണ്ട് കവിത രചനയ്ക്കും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസങ്ങളിൽ സ്കൂളിൽ പോവില്ല. പോയാൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വരുമല്ലോ. അന്ന് പുസ്തക വായനയില്ല. ബാലരമയും ബോബനും മോളിയും മാത്രമേ വായിക്കാറുണ്ടായിരുന്നുള്ളൂ. എഴുത്തും വരില്ല. അതുകൊണ്ട് തന്നെ കവിത രചനയ്ക്ക് സമ്മാനം നേടുന്നവരോട് എനിക്ക് ആരാധനയായിരുന്നു. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരോടും ആരാധന തോന്നുമായിരുന്നു. ഒരു വരിയെങ്കിലും എഴുതാൻ എനിക്ക് കഴിയുന്നുവെന്നതിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് ഞാൻ പാട്ടുകൾ എഴുതിയിരുന്നത്. അതുപോലെ ചെറിയൊരു പുസ്തകം എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് പുറത്തിറക്കണമെന്നുണ്ട്. വീട്ടിൽ ധർമ്മം ചോദിച്ച് സ്ഥിരമായി വന്നിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവർക്ക് കുഷ്ഠരോഗമായിരുന്നു. പക്ഷെ അവർ അത് സമ്മതിച്ചു തരുമായിരുന്നില്ല. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണ എന്നാ എന്നെ വിളിച്ചിരുന്നത്. വിരലുകളൊന്നുമില്ല. അവരെ കാണുമ്പോൾ ഞങ്ങൾ ഓടി ഒളിക്കും. അല്ലെങ്കിൽ ചായയും ഐസ്ക്രീമും എല്ലാം വാങ്ങിത്തരാൻ കൂട്ടിക്കൊണ്ടു പോകും. എൻ്റെ കുട്ടിക്കാലമാണ് പുസ്തകമായി ഇറക്കാൻ ആഗ്രഹിക്കുന്നത്. പെൺമക്കളെ പുറത്തിറക്കാൻ അച്ഛനമ്മമാർ ഭയക്കുന്നത് ഇപ്പോഴല്ലേ? സമൂഹം അങ്ങനെ മാറിക്കഴിഞ്ഞു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തട്ടിക്കൊണ്ടുപോയി കണ്ണ് ചുഴിഞ്ഞെടുക്കുമോ എന്ന ഭയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാവ്യ പറയുന്നു. അമൃത TVക്ക് വർഷങ്ങൾക്ക് മുമ്പ് താരം നൽകിയ അഭിമുഖമാണ് വീണ്ടും വൈറലായത്. അതേസമയം തന്നെ താരം വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. അറേഞ്ച്ഡ് മാരേജിലൂടെയായിരുന്നു കാവ്യമാധവന്റെ ജീവിതത്തിലേക്ക് നിശാൽ ചന്ദ്ര എത്തിയത്. പ്രതീക്ഷകളോടെ തുടങ്ങിയ ജീവിതമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് വേർപിരിയുകയായിരുന്നു ഇരുവരും. പിന്നീടാണ് സിനിമയിലേക്ക് ആദ്യ നായകൻ ജീവിത പങ്കാളിയായി വരുന്നത്. തുടക്കം മുതലേ ഇവരെ ചേർത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. എൻ്റെ പേരിൽ ബലിയാടായ കാവ്യയെ തന്നെ വിവാഹം ചെയ്യുന്നു എന്നായിരുന്നു കല്യാണ സമയത്ത് ദിലീപ് പറഞ്ഞത്. വിവാഹ സങ്കല്പത്തെക്കുറിച്ചും വരുന്ന പ്രപ്പോസലുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുള്ള അഭിമുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലായിരുന്നില്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഞാനും ചിന്തിക്കാറുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പഠിപ്പ് കഴിഞ്ഞ് വീട്ടിലിരിക്കലായിരിക്കും. കല്യാണം എന്ന് പറയാൻ പറ്റില്ല. അത് അതിൻ്റെതായ സമയത്തല്ലേ നടക്കൂ. ജോലി ചെയ്യലുണ്ടാവില്ല. ജോലിക്കൊന്നും പോകുന്നൊരു പെൺകുട്ടിയായിരിക്കില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവും. കല്യാണമൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ കല്യാണം നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഏത് സമയത്താണ് ഉറപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ജാതകത്തിലൊക്കെ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. കുറേ കാലം കല്യാണം നോക്കരുതെന്നുണ്ടായിരുന്നു. ഇപ്പോഴാണത് മാറിയത്. ഏത് സമയവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എറണാകുളം വരെയാവാം, അതിനും അപ്പുറം വേണ്ട. തെക്കരെ വേണ്ട എന്ന ചിന്ത ഞങ്ങളിലുമുണ്ട്. അമ്മയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇത്രയും വർഷം എറണാകുളം നിന്നതുകൊണ്ടാണ് അതുവരെ മതി എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ അങ്ങോട്ടല്ലേ പറ്റൂ. ഇടപഴകാൻ കൂടുതൽ എളുപ്പം അതാണല്ലോ. ഇങ്ങോട്ടുള്ളവർ മോശമായത് കൊണ്ടല്ല അത്. ഞാൻ വടക്കനാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായൊരു സ്നേഹം തോന്നാറുണ്ട്. അവരാവുമ്പോൾ എനിക്ക് എൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കാം. പേടിക്കണ്ടല്ലോ. ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും കാവ്യ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അടിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. എനിക്കതുണ്ട്. ഞാൻ കൊടുത്തോളും.
ഭയങ്കര സൗന്ദര്യമുള്ള ആളായിരിക്കണം, സുന്ദരനായിരിക്കണം എന്നൊന്നുമില്ല എനിക്ക്. സൗന്ദര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം, എനിക്കില്ലാത്തത് എന്തെങ്കിലും വേണമെന്നുണ്ട്, കുടുംബത്തെ നോക്കുന്ന ആളായിരിക്കണം, നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതുണ്ടാവും, നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. നന്നായി സ്നേഹിക്കുന്ന ആളായിരിക്കണം. അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആയിരിക്കില്ലേ? എങ്ങനെയാണ് അമ്മയെ അറിയാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അച്ഛനുമായി കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ കാണുന്നത് കല്യാണത്തിൻ്റെ അന്നാണ്. അമ്മ അവരുടെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കാറുള്ളത്. അമ്മയെ കാലം മാറിയെന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ താരപരിവേഷത്തിൻ്റെ പുറത്ത് വരുന്ന ഒരാളെ താല്പര്യമില്ല. പ്രൊഫഷൻ ഇതായതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും അതേ ടെൻഷനുണ്ട്. 17 വയസ്സിലായിരുന്നു അമ്മയുടെ കല്യാണം. എന്നെയും അതേപോലെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ സിനിമയിൽ വന്നതോടെ ഇനി നല്ല ആലോചനകൾ വരില്ലേ എന്നോർത്തായിരുന്നു ആശങ്ക. ഇപ്പോൾ നല്ല പ്രൊപ്പോസലുകളൊക്കെ വന്നു തുടങ്ങിയതോടെ അത് മാറിക്കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ സമാധാനമായി. സിനിമയിൽ നിന്നും പോകുമ്പോൾ അത് ഉൾക്കൊള്ളാനാണ് പ്രയാസം. നീലേശ്വരത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കൊച്ചിയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും തോന്നാറില്ലെന്നുമായിരുന്നു അന്ന് കാവ്യ പറഞ്ഞത്. അതേസമയം സിനിമ കാവ്യയുടെ സ്വപ്നമായിരുന്നില്ല. കുടുംബിനിയായി കഴിയാൻ തന്നെയായിരുന്നു എന്നും ആഗ്രഹിച്ചിരുന്നത്. ആദ്യ വിവാഹം കഴിഞ്ഞപ്പോൾ കാവ്യ സിനിമ എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്നുള്ള തരത്തിൽ പ്രചരിച്ചിരുന്നു. പക്ഷെ ആ ബന്ധം തകർന്ന ശേഷം നടി സിനിമയിലേക്ക് വീണ്ടും ശക്തമായി തിരിച്ചു വന്നു. അഭിനയം നിർത്തുമെന്ന് വിവാഹ സമയത്ത് പറയണമെന്ന് തനിക്ക് തോന്നാതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഡിവോഴ്സിന് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത്. സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഗൃഹനാഥയായി ജീവിക്കുമായിരുന്നു. എൻ്റെ മനസ്സിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കണമെന്നുണ്ടായിരുന്നു. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പറ്റിയതല്ല അതൊന്നുമെന്ന് നല്ല ധാരണയുണ്ട്. ബോറടിക്കാത്തതും ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നതും ഒട്ടും മതിയാകാത്തതും എപ്പോഴും ലക്ഷ്യം വെക്കുന്നതും വീട്ടുകാര്യങ്ങളാണ്. സിനിമയിൽ അവിടെ എത്തണം, ഇങ്ങനെയാകണം എന്നൊക്കെയുള്ള ചിന്തയില്ലായിരുന്നു. സിനിമ വിട്ട് ഗൃഹനാഥ റോളിലേക്ക് പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. യോഗം, വിധി എന്നതിലെല്ലാം വിശ്വസിക്കുന്നുണ്ട്. സിനിമ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ലെന്ന് കരുതി പോയൊരാളാണ് ഞാൻ. പക്ഷേ വായ കൊണ്ട് എവിടെയും പറഞ്ഞിരുന്നില്ലെന്ന് മാത്രം. ഇനി ഞാൻ സിനിമയിലേക്ക് വരില്ലെന്നൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലെന്ന് പറയാം. സിനിമ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് എന്നോട് അടുപ്പമുള്ളവർക്കറിയാം, ദൈവത്തിനും അറിയാമെല്ലാം. എന്നിട്ടും ഞാൻ തിരിച്ചു വന്നതും സിനിമയിലേക്കാണ് കാവ്യ പറഞ്ഞു. തനിക്ക് ലഭിച്ചൊരു കഥാപാത്രം ചെയ്തു തീർത്തത് പോലെയാണ് ആദ്യ വിവാഹബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നാറുള്ളതെന്നും നടി പറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തെ ഒരു കഥാപാത്രം ചെയ്തുവെന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ആ കാലഘട്ടം. ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. അതുപോലെ ഇന്റർനെറ്റിൽ നമ്മുടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ കയറിയാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണും. സ്വാഭാവികമായും അത് കാണുമ്പോൾ വിഷമം വരും. പിന്നെ ഞാൻ ഇത്തരത്തിൽ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. എത്രയോ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുന്നു, എത്രയോ ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു, അതുപോലൊരു ഫോട്ടോയാണിതെന്ന്. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ വിഷമം മാറും. ഞാൻ ആഗ്രഹിക്കാത്തതും ചിന്തയിൽ പോലും ഇല്ലാതിരുന്നതുമായ വിഷയമാണ് നടന്നത്. അങ്ങനെ ഒരു യോഗം എനിക്കുണ്ടായിരുന്നു. അത് ഉൾക്കൊള്ളണം. മെൻ്റലി ഞാൻ സ്ട്രോങ് ആയാണ് ആ സമയത്താണ്. ആളുകൾക്ക് എന്നോടുള്ള സ്നേഹമാണ് തിരിച്ചുവരവിന് ശക്തി പകർന്നത്. എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയ ആളുകളൊന്നും ആ വിഷമ സമയത്ത് എനിക്കൊപ്പം നിന്നില്ല, വിളിച്ചില്ല. വൈരാഗ്യം ഞാൻ കാണിച്ചില്ല. ഒരിക്കൽ മരിച്ചു പോകേണ്ടവരാണ് എല്ലാവരും. വൈരാഗ്യവും കുത്തിത്തിരിപ്പും വേണ്ടല്ലോ എന്നുമാണ് കാവ്യ പറഞ്ഞത്.